ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇനി നമ്മൾ 1-ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇനി നമുക്ക് ABCD എഴുതാനൊക്കെ അറിയണ്ടേ? എല്ലാവർക്കും ABCD എഴുതാൻ അറിയോ? അപ്പോൾ ഒരു വരയുള്ള ചെറിയൊരു നോട്ട് പുസ്തകം എടുത്തിട്ട് എല്ലാവരും A മുതൽ Z വരെ എഴുതണം. അത് ദേ നോക്കിക്കേ, A മുതൽ Z വരെ ഇതുപോലെ എഴുതാൻ അറിയില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ A മുതൽ Z വരെ നോട്ട് പുസ്തകത്തിൽ എഴുതി ഇട്ടിട്ട് നമ്മുടെ അമ്മമാർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ടീച്ചർക്കും കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നല്ല കേൾക്കാൻ എന്ത് രസമുള്ള കഥകളുണ്ടെന്നറിയോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കഥ എന്താണെന്ന് നോക്കാം. 2 ഉറുമ്പുകളെ കുറിച്ചിട്ടാണ് ഇംഗ്ലീഷിലെ ആദ്യത്തെ കഥ തുടങ്ങുന്നത്. മനസ്സിലായോ? ഇംഗ്ലീഷിലെ ഉറുമ്പിന് എന്താ പറയുക? ആൻഡ്. എന്താണ് പറയുക ഇംഗ്ലീഷിൽ ഉറുമ്പിന്? ആൻഡ്. ANT. ആൻഡ്. ഉറുമ്പിന് എന്താ പറയുക? ആൻഡ്. അപ്പോൾ നമ്മുടെ കഥയിൽ 2 ഉറുമ്പുകളുണ്ട്. ഒരു ബിഗ് ആൻഡും ഒരു സ്മോൾ ആൻഡും. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത്. ഒരു വലിയ ഉറുമ്പും ഒരു സ്മോൾ ആൻഡും, ഒരു ചെറിയ ഉറുമ്പും. അപ്പോൾ ചെറുതിനെന്താ ഇംഗ്ലീഷ് പറയുക? സ്മോൾ. അപ്പോൾ നമ്മുടെ കഥയിൽ ആരൊക്കെയുള്ളത്? ഒരു വലിയ ഉറുമ്പും ഒരു ചെറിയ ഉറുമ്പും. അതിനെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക? പറഞ്ഞേ. യെസ്, സ്മോൾ ആൻഡ് ബിഗ് ആൻഡ്. എങ്ങനെയാ പറയുക? സ്മോൾ ആൻഡ് എ ബിഗ് ആൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ പറയാം. ആദ്യം നമ്മൾ കഥ തുടങ്ങുന്നതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇല്ലാത്തവരുണ്ടോ? എങ്കിലേ അമ്മമാരോട് പറഞ്ഞിട്ട് ഗൂഗിളിൽ കയറി അതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കേരള സിലബസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF കിട്ടും. അതിൽ നമുക്ക് നോക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട്, ഇല്ലാത്തവരും കഥ കേട്ടോ. കഥ കേൾക്കാൻ എന്ത് രസമല്ലേ? അപ്പോൾ നമ്മുടെ കഥ ആരെക്കുറിച്ചിട്ടാണ്? എ സ്മോൾ ആൻഡ് എ ബിഗ് ആൻഡ്. ഒരു ചെറിയ ഉറുമ്പിനെ കുറിച്ചിട്ടും ഒരു വലിയ ഉറുമ്പിനെ കുറിച്ചിട്ടുമാണ് നമ്മുടെ കഥ. അപ്പോൾ നമുക്ക് കഥ വായിക്കാം. ബുക്ക് ഇല്ലാത്തവർ കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥ വായിക്കാം. 2 ants. എന്താണ് കഥയുടെ പേര്? 2 ants. ആൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറുമ്പുകൾ. 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 ants എന്ന് പറഞ്ഞാൽ 2 ഉറുമ്പുകൾ. It is a fine morning. 2 ants go out of their homes. They are good friends. ഇപ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്? മനസ്സിലായില്ല അല്ലേ? ടീച്ചർ പറഞ്ഞു തരാട്ടോ. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. അത് നിങ്ങളെപ്പോലെ നല്ല ചന്തമുള്ള, നല്ല ഭംഗിയുള്ള ഒരു മോർണിംഗ് ആയിരുന്നു, ഒരു പ്രഭാതമായിരുന്നു. നേരം വെളുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നേരം വെളുക്കുമ്പോൾ? എല്ലായിടത്തും കിളികളുടെ സൗണ്ട്. അതേപോലെ എങ്ങനെയായിരിക്കും? പച്ച പുല്ലുകളിലൊക്കെ മഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അല്ലേ? നല്ല തണുത്ത് മൂടി പൊതിച്ച് കിടക്കാൻ നല്ല സുഖമല്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങളെപ്പോലെ ഉറുമ്പുകളൊക്കെ ഉണർന്നിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. 2 ants go out of their homes. അവരെന്താ ചെയ്തത്? രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. നിങ്ങളെപ്പോലെ നല്ല കുട്ടികളാണ്. ആ 2 ഉറുമ്പുകളും എങ്ങനെയായിരുന്നു? ഗുഡ് ഫ്രണ്ട്സ്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ 3 വരി ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. 2 ants go out of their homes. They are good friends. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വായിക്കുക? It is a fine morning. 2 ants go out of their homes. വീടിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഹോം. നമ്മളെ വീടിന് എന്താ ഇംഗ്ലീഷ് പറയുക? ഹോം. അപ്പോൾ ഉറുമ്പിന് എന്താ പറയുക? മറന്നോ? ആൻസ്. ഉറുമ്പിന് എന്താ പറയുക? ആൻസ്. അപ്പോൾ വലിയ ഉറുമ്പിനോ? യെസ്, ബിഗ് ആൻസ്. അപ്പോൾ ചെറിയ ഉറുമ്പിനോ?
മിടുക്കരാണല്ലോ. സ്മോൾ ആൻസ്. ഇനി നമുക്ക് കഥയുടെ ബാക്കി കേൾക്കണ്ടേ? കഥയിലെ ബാക്കി കേട്ടോ. വൺ ആൻഡ് ഈസ് ബിഗ്. നമുക്കറിയാം അല്ലേ, അത് ഒരു ഉറുമ്പ് വലുതാണ്. ദി അതർ ആൻഡ് ഈസ് സ്മോൾ. മറ്റേ ഉറുമ്പ് എങ്ങനെയാണ്? സ്മോൾ ആണ്, ചെറുതാണ്. ദ ബിഗ് ആൻഡ് ഈസ് ബെൻ. അപ്പോൾ നമ്മുടെ കഥയിലെ വലിയ ഉറുമ്പിന്, ബിഗ് ആൻഡിന് എന്താണ് പേര്? ബെൻ. ബിഗ് ആൻഡിൻ്റെ പേരാണ് ബെൻ. ബിഗ് ആൻഡിൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ, ബെൻ. അപ്പോൾ ചെറിയ ആൻറ്റിൻ്റെ പേരെന്താ? സെൻ. സ്മോൾ ആൻറ്റിൻ്റെ പേരാണ് സെൻ. സ്മോൾ ആൻറ്റിൻ്റെ പേരാണ് സെൻ. ദേ ഗോ ഔട്ട് ടു പ്ലേ. നിങ്ങളെ പോലെ തന്നെ രാവിലെ നീച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? പഠിക്കുകയാണോ? അവർ രണ്ടുപേരും കൂടെ കളിക്കാൻ പോകുകയാണ്. രാവിലെ നീച്ച് നിങ്ങളെപ്പോലെ കളിക്കാൻ പോകുകയാണ്. അപ്പോൾ വലിയ ഉറുമ്പിൻ്റെ പേരെന്താ? ബിഗ് ആൻറ്റിൻ്റെ പേരെന്താ? ബെൻ. അപ്പോൾ ചെറിയ ഉറുമ്പിൻ്റെയോ? സ്മോൾ ആൻറ്റിൻ്റെ പേരെന്താ? സെൻ. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ബെന്നും സെന്നും കൂടെ കളിക്കാൻ എവിടെയാണ് എത്തിയത്? അവരെത്തിയത് നല്ല ഭംഗിയുള്ള പാർക്കിലാണ്. പാർക്കിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? എന്തൊക്കെയാ പാർക്കിലുണ്ടാവുക? സ്വിങ് ഉണ്ടാകും, സീസോ ഉണ്ടാകും അല്ലേ? സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാലാണ്. അറിയോ നിങ്ങൾക്ക്? അപ്പോൾ ഊഞ്ഞാലിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? സ്വിങ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആരൊക്കെയാ? നമ്മുടെ ബെന്നും സെന്നും കൂടെ പാർക്കിൽ കളിക്കാൻ പോവാണ്. അവരെന്തൊക്കെയാ അവിടെ കണ്ടത്? സ്വിങ് കണ്ടു. പിന്നെയോ അവർ സീസോ കണ്ടു. ഇനി നമുക്ക് കഥ വായിക്കാം. ദ ആൻസ് റീച്ച് എ പാർക്ക്. എന്താ അപ്പോൾ ടീച്ചർ പറഞ്ഞത്? ആൻസ് ഉറുമ്പുകൾ പാർക്കിൽ എത്തി. എ സ്വിങ്. അവരവിടെ എന്താ കണ്ടത്? സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാല്. അവർ ഊഞ്ഞാല് കണ്ടു. ഊഞ്ഞാല് കണ്ടത് ആരാ പറഞ്ഞത്? സെന്ന് പറയാണ്, നോക്കൂ ബെന്നെ, അവിടെ ഒരു ഊഞ്ഞാല് കാണുന്നുണ്ട്. ലെറ്റ്സ് സിറ്റ് ഓൺ ദ സ്വിങ് സേസ് ബെൻ. അപ്പോൾ ബെൻ എന്താ പറഞ്ഞത്? നമുക്ക് ഊഞ്ഞാലിൽ ഇരിക്കാം. ലെറ്റ്സ് സിറ്റ് ഓൺ ദ സ്വിങ്. സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഇരിക്കുക എന്നതാണ് സിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബെൻ ആൻഡ് സെൻ സിറ്റ് ഓൺ ദ സ്വിങ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ബെന്നും സെന്നും സ്വിങ്ങിൽ, അതായത് ഊഞ്ഞാലിൽ ഇരുന്നു. ദ സ്വിങ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഊഞ്ഞാൽ എങ്ങനെയാ ആടുക? മുൻപിലേക്കും പിൻപിലേക്കും. ബാക്ക് ആൻഡ് ഫോർത്ത്. മുൻപിലേക്കും പിൻപിലേക്കും എന്നുള്ളത് എങ്ങനെയാ ഇംഗ്ലീഷ് പറയുക? പിന്നിലേക്ക് എന്ന് എങ്ങനെയാ ഇംഗ്ലീഷ് പറയുക? ബാക്ക്. പിന്നിൽ നിന്ന് എങ്ങനെയാ പറയുക? ബാക്ക്. അപ്പോൾ മുന്നിലേക്കെന്നോ? മുന്നിലേക്കെന്ന് ഫോർത്ത്. ബാക്ക് ആൻഡ് ഫോർത്ത്. ഊഞ്ഞാൽ എങ്ങനെയാ ആടുക? മുന്നിലേക്കും പിന്നിലേക്കും. ബാക്ക് ആൻഡ് ഫോർത്ത്. ദെൻ ദേ സീ എ സീസോ. പിന്നെ അവർ അവിടെ ഒരു സീസോ കണ്ടുല്ലേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ബെന്ന് പറയാണ്, നമുക്ക് സീസോയിൽ ഇരിക്കാം. സീസോയിൽ എത്ര പേരിരിക്കണം? 2 പേരെങ്കിലും ഇരിക്കണല്ലേ, അല്ലെങ്കിൽ സീസോ കളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. 2 സൈഡിലും ഓരോരുത്തരിരുന്ന് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പൊങ്ങി ഇങ്ങനെ കളിക്കല്ലേ സീസോയിൽ. അപ്പോൾ ബെൻ സിറ്റ് ഓൺ വൺ സൈഡ്. ബെൻ എന്ത് ചെയ്തു? ഒരു സൈഡിൽ ഇരുന്നു. സെൻ സിറ്റ്സ് ഓൺ ദി അതർ സൈഡ്. സെൻ എന്ത് ചെയ്തു? മറ്റേ സൈഡിലും ഇരുന്നു. ദ സീസോ മൂവ് അപ്പ് ആൻഡ് ഡൗൺ. എങ്ങനെയാ സീസോ മൂവ് ചെയ്യുക? സീസോ എങ്ങനെയാ ചലിക്കുക? മുകളിലേക്കും താഴേക്കും അല്ലേ. എന്ത് രസമാണ് സീസോയിൽ കളിക്കാൻ. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? സീസോയിൽ എങ്ങനെയാ മൂവ് ചെയ്യുക? എങ്ങനെയാ കളിക്കുക? ഒരാൾ മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ ആൾ താഴേക്ക് വരും അല്ലേ. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? മൂവ് അപ്പ് ആൻഡ് ഡൗൺ. എങ്ങനെയാ പറയുക? അപ്പ് മുകളിലേക്കും, ഡൗൺ താഴേക്കും. അപ്പ് ആൻഡ് ഡൗൺ. എങ്ങനെയാ പറയുക? സീസോയിൽ എങ്ങനെയാ കളിക്കുക? അപ്പ്
ആൻഡ് ഡൗൺ. അപ്പോൾ ഊഞ്ഞാലിൽ എങ്ങനെയാ കളിക്കുക? ബാക്ക് ആൻഡ് ഫോർത്ത്. എങ്ങനെയാ കളിക്കുക? പിന്നിലേക്കും മുന്നിലേക്കുമാണ് ഊഞ്ഞാലാടുക അല്ലേ? അപ്പോൾ സീസോയിൽ എങ്ങനെയാ? മുകളിലേക്കും താഴേക്കും, അപ്പ് ആൻഡ് ഡൗൺ. ദ ആൻഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഉറുമ്പുകൾ എങ്ങനെയാ കളിച്ചത്? മുകളിലേക്കും താഴേക്കും വന്ന് അവർ സീസോ കളിക്കണം. പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? എ സീസോ അവർ കണ്ടു, അവരത് കളിച്ചു. അപ്പോൾ ഇതിൽ ബെന്ന് എങ്ങനെയുള്ള ഉറുമ്പാ? ബെന്ന് ബിഗ് ആൻഡ് ആണല്ലേ. അപ്പോൾ സെന്ന് ചെറിയ ആൻഡ് ആണല്ലേ, സ്മോൾ ആൻഡ് ആണല്ലേ. സെൻ ഗോസ് അപ്പ്. അവര് മുകളിലേക്കും താഴേക്കും അപ്പ് ആൻഡ് ഡൗൺ കളിച്ചപ്പോൾ, സീസോയിൽ കളിച്ചപ്പോൾ സെന്ന് ചെറിയ ഉറുമ്പാണല്ലേ. അപ്പോൾ സെന്ന് തീരെ വെയിറ്റ് ഇല്ലല്ലോ. സെന്ന് മുകളിലേക്ക് പോയി. നല്ല വലിയ ഉറുമ്പ് എന്താ ചെയ്തത്? നിലത്ത് ഇങ്ങനെ ഇരുന്നു. Ben and Sen go up and down. Both the ants go up and down. എന്താ അവിടെ ഉണ്ടായത്? സെന്നും ബെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് മുകളിലേക്കും താഴേക്കും അപ്പ് ആൻഡ് ഡൗൺ സീസോയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടായത്? നമ്മുടെ പാവം ചെറിയ സ്മോൾ ആൻഡ് മുകളിലേക്ക്, സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് പറന്നു പോയി. ബെൻ ഫാൾസ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. ബെന്ന് നിലത്ത് വീണല്ലേ. പാവം ബെന്നും സെന്നും. ദ സ്മോൾ ആൻഡ് സെൻ ഫാൾസ് ഓൺ ദ ലീഫ് ഓഫ് എ ട്രീ. ഇപ്പം എന്താ പറഞ്ഞത്? ട്രീ എന്ന് പറഞ്ഞാൽ മരം. അപ്പം ലീഫ് എന്ന് പറഞ്ഞാലോ? യെസ്, ഇലക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക? ലീഫ്. അപ്പം നമ്മൾ മുകളിലേക്ക് നമ്മുടെ സെന്ന് പറന്നു പോയില്ലേ. സെന്ന് എവിടെയാ വീണത്? മരത്തിലെ ഇലയിലേക്ക് വീണു. എങ്ങനെയാ വീണത്? ട്രീയിലെ ലീഫിലേക്ക് നമ്മുടെ സ്മോൾ ആൻഡ് ആരാണ് വീണത്? സെൻ വീണു. ദ ബിഗ് ആൻഡ് ബെൻ ഫോൾസ് ഓൺ ദ ഗ്രാസ്. എവിടെയാ നമ്മുടെ ബിഗ് ആൻഡ് ആരാണ്? ബെൻ എവിടെയാ വീണത്? നിലത്തേക്ക് വീണു അല്ലേ, പുല്ലിലേക്ക് വീണു. സെൻ ലുക്സ് ഡൗൺ. അപ്പം നമ്മുടെ സെന്ന് എവിടെയാ ഇരിക്കുന്നേ? മരത്തിൻ്റെ മുകളിൽ ഇലയുടെ മേലെയാണല്ലേ ഇരിക്കുന്നത്. ഇലയിലേക്കല്ലേ സെന്ന് വീണത്? സെന്നെന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ്. നമ്മുടെ സെന്ന് ഇലയിലിരുന്നിട്ട് താഴേക്ക് നോക്കുകയാണ്. അപ്പോൾ ബെന്ന് എങ്ങോട്ടാ നോക്കുന്നത്? ബെന്ന് താഴെ ഇരുന്ന് പാവം, അവർ തമ്മിൽ നല്ല ഗുഡ് ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ സെന്നിനെ കാണാഞ്ഞിട്ട് ബെന്ന് മുകളിലേക്ക് നോക്കുകയാണ്. സെൻ ഈസ് സേഡ്, ബെൻ ഈസ് സാഡ്. സെന്ന് സാഡാണ്, ബെന്നും സാഡാണ്. സാഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാവം, സങ്കടത്തിലാ. അവർ രണ്ടു പേരും സങ്കടത്തിലാ. A dew drops on the leaf, see Sen crying. അപ്പോൾ ഈശ്വരനെ എങ്ങനെയുള്ളവരുടെ കൂടിയാ? ഈശ്വരന് നല്ല മക്കളെ, നിങ്ങളെപ്പോലുള്ള നല്ല കുട്ടികളെ നല്ല ഇഷ്ടമാണല്ലേ. അപ്പോൾ നമ്മുടെ ബെന്നും സെന്നും പാവല്ലേ നിങ്ങളെപ്പോലെ. അപ്പോൾ ഈശ്വരനും അവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞുതുള്ളി, വെള്ളത്തുള്ളി ഇലയിലേക്ക് ഇങ്ങനെ വീണാൽ ഇവർ രക്ഷപ്പെടില്ലേ. അപ്പോൾ ആദ്യം ഇവരിങ്ങനെ കരയണ് കണ്ടിട്ട്, നമ്മുടെ ഉറുമ്പ് കരയണ് കണ്ടിട്ട് എന്താണ് ഉണ്ടായത്? ഡ്യൂ ഡ്രോപ്സ് ചോദിക്കുകയാണ്. ഈ വെള്ളത്തുള്ളി ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? പാവം നമ്മളെ സെന്നിരുന്ന് ഇങ്ങനെ കരയാണ് ഇലയിലിരുന്നിട്ട്. അപ്പോൾ ഡ്യൂ ഡ്രോപ്പ് ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത് നമ്മുടെ സെന്ന്? ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ പ്ലീസ്, എന്നെ സഹായിക്കൂ എന്ന് പറയാണ്. പാവം നമ്മുടെ സെന്നല്ലേ. ടേക്ക് മീ ഡൗൺ സേ സെൻ, എന്നെ താഴേക്ക് കൊണ്ടുപോകൂ എന്ന് പറയാണ്. പാവം, അവനാകെ പേടിച്ചു അല്ലേ. അപ്പോൾ ഇനി എന്താ ഉണ്ടാവുക? നമ്മുടെ നല്ല ഡ്യൂ ഡ്രോപ്പ് വെള്ളത്തുള്ളി എന്താ പറയുന്നത്? ഡോണ്ട് വറി സേസ് ദ ഡ്യൂ ഡ്രോപ്പ്. എന്താ പറഞ്ഞത്?
നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ രക്ഷിക്കാമെന്ന് പറയാണ്. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. നല്ല ആളുകളൊക്കെ അങ്ങനെയാണല്ലേ, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ എല്ലാവരെയും? ചെയ്യും അല്ലേ? കം വിത്ത് മീ, ലെറ്റ്സ് ജംപ് ഡൗൺ ദ യെല്ലോ ലീഫ്. നമുക്ക് ആ യെല്ലോ ലീഫിലേക്ക്, ആ വാടിയ ഇലയിലേക്ക് നമുക്ക് വീഴാം എന്ന് പറയുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മുടെ സെന്നിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മുടെ സെന്നും നമ്മുടെ ഡ്യൂ ഡ്രോപ്പും കൂടെ ആ യെല്ലോ ലീഫിലേക്ക്, എങ്ങോട്ടാണ് വീഴുന്നത്? യെല്ലോ ലീഫിലേക്ക്. യെല്ലോ എന്ന് പറഞ്ഞാൽ ഏതാ കളറ്? മലയാളത്തിൽ യെല്ലോക്ക് എന്താ പറയുക? മഞ്ഞ അല്ലേ? മഞ്ഞ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? യെല്ലോ. അപ്പോൾ നിങ്ങളുടെ മഞ്ഞ ടീഷർട്ടിന് ഇനി എന്താ പറയുക? നിങ്ങളുടെ മഞ്ഞ ഉടുപ്പിന് ഇനി എന്താ പറയുക? യെല്ലോ ടീഷർട്ട് അല്ലെങ്കിൽ യെല്ലോ ഫ്രോക്ക്, അങ്ങനെയാണല്ലേ നമ്മൾ പറയുക. യെല്ലോ കളർ. നിങ്ങൾക്ക് യെല്ലോ കളർ ഇഷ്ടമാണോ? Sun and the dewdrop jump down to the yellow leaf. The yellow leaf floats in the air. The dewdrops and the yellow leaf come down. അപ്പോൾ എന്താ ഉണ്ടായത്? നമ്മുടെ യെല്ലോ ലീഫിലിരുന്ന് നമ്മുടെ സെന്നും അതേപോലെ നമ്മുടെ ഡ്യൂ ഡ്രോപ്പും താഴോട്ട് വീണു. താഴോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ എയ്റോപ്ലെയിന് വരുന്ന പോലെ പറന്ന് പറന്ന് വന്ന് നമ്മുടെ നിലത്ത് ലാൻഡ് ചെയ്യാണ്. അപ്പോൾ അവർക്കൊന്നും പറ്റിയില്ല അല്ലേ? ദ യെല്ലോ ലീഫ് വിത്ത് ദ സെൻ ആൻഡ് ദ ഡ്യൂ ഡ്രോപ്സ് ഫോൾസ് നിയർ ബെൻ. ബെന്ന് വളരെ സങ്കടത്തിൽ, വളരെ സാഡായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ യെല്ലോ ലീഫിൽ വന്നിട്ട് ആരൊക്കെയാ? ഡ്യൂ ഡ്രോപ്പും അതേപോലെ സെന്നും വന്ന് ബെന്നിൻ്റെ മുന്നിൽ ഇങ്ങനെ ലാൻഡ് ചെയ്തു. അപ്പോൾ ബെന്നിന് നല്ല സന്തോഷമായില്ലേ? ദ ബിഗ് ആൻഡ് ബെൻ സീസ് ദ സ്മോൾ ആൻഡ് സെൻ. ആർ യു ഓക്കെ? ആസ്ക് ബെൻ. അപ്പോൾ നമ്മുടെ ബിഗ് ആൻഡ് ആരാണ്? ബെന്നും നമ്മുടെ സ്മോൾ ആൻഡ് സെന്നും കൂടെ കണ്ടുമുട്ടുമ്പോൾ എന്താ ബെന്ന് ചോദിക്കണേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പാവല്ലേ, അവർ നല്ല ഗുഡ് ഫ്രണ്ട്സ് ആണല്ലേ. അപ്പോൾ എന്താ സെന്ന് പറയുന്നേ? യെസ്, ഐ ആം ഓക്കെ, ഞാൻ ഓക്കെ ആണ് എന്ന് പറയാണ്. നല്ല കഥ അല്ലേ? പിന്നെ എന്താ ഉണ്ടായത്? ബെൻ ആൻഡ് സെൻ ആർ ഹാപ്പി നൗ. ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു അല്ലേ? വീണുവെച്ചെങ്കിലും എന്താ ഉണ്ടായത്? അവർ നല്ല കുട്ടികളായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ബെന്നും സെന്നും കൂടെ ആ സന്തോഷത്തിൽ പാട്ട് പാടി ഡാൻസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? പാട്ട് പാടാനും അറിയോ? അയ്യോ, അപ്പോൾ രണ്ടും അറിയുന്ന മക്കളാ. ബെന്നും സെന്നും പാട്ട് പാടി നിങ്ങളെപ്പോലെ ഡാൻസ് ചെയ്യാണ്. അവർ നല്ല സന്തോഷത്തിലാണല്ലേ? മെനി ആൻസ് ജോയിൻ ദം. അവർ പാട്ടുപാടി ഡാൻസ് ചെയ്യുമ്പോൾ മറ്റെല്ലാ ഉറുമ്പുകളും അവരുടെ കൂടെ കൂടി. ഇതാണ് കഥ.